ഹലോ എവ്രി വൺ. അപ്പം ഈ 2026 ഈ ഒരു ഫസ്റ്റ് ഹാഫ് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു കേട്ടോ. ലൈഫിൽ ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിസി ടൈം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മടി കൊണ്ടല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ വർഷത്തെ വിഷു എന്നുള്ളത്. അത്യാവശ്യം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തൊരു വിഷു തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് കുറേ വർഷങ്ങളായിട്ട് ഈ വിഷു എന്നൊന്നും പറയുമ്പോൾ ഭയങ്കര ഒരു വലിയൊരു ഇവൻ്റ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഈ വർഷത്തെ വിഷു എന്നുള്ളത് ഒരു വിഷു എന്ന് ഫീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു വിഷു ആയിരുന്നു. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. ഇപ്പോൾ തന്നെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നമുക്കുണ്ടല്ലോ ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ലൈഫ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻറ്റും ഭയങ്കര സ്പെഷ്യലും ആണെന്ന് എനിക്ക് മനസ്സിലായി ആക്ച്വലി. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. എന്നെ കാണാനാണെങ്കിലും ആ ഒരു ഫ്രെയിമിംഗ് ആണെങ്കിലും എല്ലാം എനിക്ക് ഇഷ്ടമായിട്ടോ. അപ്പോൾ അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പൊതുവെ പല്ല് കാണിച്ചിരിക്കാറില്ല. പക്ഷെ ഞാൻ ഒരു ഫോട്ടോയിൽ കുറേ പല്ല് കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പൊതുവെ എന്നെപ്പറ്റി വിചാരിക്കില്ല ഞാൻ പല്ല് കടിച്ചിരിച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പല്ല് കാണിക്കാതെയാണ് ചിരിക്കാറുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ചിരിക്കുന്ന സമയത്ത് എപ്പോഴും വായ പൊത്തിയിട്ടാണ് ചിരിക്കാറുള്ളത്. ഒരു ഇൻസെക്യൂർഡായിരുന്നു ഇതിൽ. പക്ഷെ ഞാനിപ്പം ആയാലും ഇങ്ങനെ പല്ലൊക്കെ കാട്ടി ചിരിക്കാൻ തുടങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ എടുത്തൊരു ഫോട്ടോയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ഫോട്ടോ ആണ് കേട്ടോ അത്. അപ്പം ഒരു സെൽഫ് ലവ് എന്നുള്ള രീതിയിൽ ഇന്നൊരു ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചു, അന്ന് എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോസൊക്കെ വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ കുറച്ച് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിലൊരുപാട് എന്താ പറയുക എൻജോയബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ പ്രിന്റ് എടുക്കുക. അതുപോലെ നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. ഇപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പം നമുക്ക് ലൈഫിൽ എത്ര ബിസി ആണെങ്കിലും എന്തൊക്കെ വർക്ക് ഉണ്ട്, എന്തൊക്കെ ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ നമുക്കായിട്ട് വേണ്ടിയിട്ടൊരു സമയം മാറ്റി വെക്കുമല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ ജേർണലിങ് ചെയ്യുന്നത്, വീഡിയോസൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോബി അതൊക്കെ ചെയ്യുന്നത് ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെക്കുന്ന അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്നുള്ള ഒരു ടൈമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്ര വലുതായി കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ വിട്ടുപോകില്ലല്ലോ. എനിക്ക് അങ്ങനത്തെ ഒരു കാര്യമാണത്. അപ്പോൾ ചില ആളുകളെ നമ്മൾ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ സ്റ്റിക്കേഴ്സ് നമ്മുടെ ജേർണൽ സപ്ലൈസ് ഒക്കെ കാണിക്കുമ്പോൾ ഇവർക്ക് എന്തേ വയ്യേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ചില ആൾക്കാർ നോക്കും. സോ അതൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. നമ്മളിത് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളെക്കാട്ടിലും നമ്മുടെ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ടല്ലോ, അതിത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനെപ്പോഴും സാറ്റിസ്ഫൈഡ് ആക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ ഞാൻ എന്നെ തന്നെ വളരെ ഇങ്ങനെ ഫോഴ്സ് ഇത് ചെയ്യാറില്ല. ലൈക്ക് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് എന്തായാലും ജേർണലിങ് അല്ലെങ്കിൽ ഹോബീസൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ എനിക്കങ്ങനെ ചെയ്യാനുള്ള ഒരു മൂഡ് വരുമ്പോഴാണ് ആക്ച്വലി ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോഴാണ് അത് കുറച്ചും കൂടെ ഒരു ഒതൻറ്റിക് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. പിന്നെ നമ്മളും എൻജോയ് ചെയ്യുക, ഒരു പ്രഷർ ഇല്ലാതെ അത് എൻജോയ് ചെയ്യുക അപ്പോഴായിരിക്കും. ഇപ്പം ഞാൻ ഭയങ്കര പിൻട്രസ്റ്റ് എന്നൊക്കെ ഇൻസ്പിറേഷൻസ് എടുക്കെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിലാണ് ജേർണലിങ് ചെയ്യലുള്ളത്. അത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ എനിക്ക് ജേർണലിങ്ങിനെ പറ്റിയിട്ട് ഭയങ്കര ജ്ഞാനോ അറിവോ ഒന്നുമില്ല. എനിക്കറിയണ രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്യലാണ്. ഇതിനെ ഞാൻ എന്തൊരു ജേർണലിംഗ് എന്ന് പറയുന്നുള്ളൂ. പിന്നെ ഓരോരുത്തർക്കും ഓരോ അവരുടേതായ യൂണീക്ക് ആൻഡ് ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു രീതി ഉണ്ടാവുമല്ലോ. അതിനെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. നമ്മൾ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. പിന്നെ നമ്മൾ അധികവും ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പല പല മെമ്മറീസ് നമ്മൾ ചെയ്യാറുണ്ട് ജേർണൽ സ്പ്രെഡ്സ് ആയിട്ട്. അപ്പോൾ അതിൽ പല ആളുകളും പല സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിലൊന്നെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലൈക്ക് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ എൻ്റെ തന്നെ നല്ല എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടൊരു സെൽഫ് ലവ് ജേർണൽ എന്നുള്ള രീതിയിൽ.
പിന്നെ കുറേ പേർക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, അതായത് ജേർണലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, പക്ഷെ മടിയായിരിക്കും, പിന്നെ ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഡിജിറ്റലായിട്ട് നമ്മൾ ജേർണലിംഗ് ചെയ്യാന്നുള്ളത്. അതായത് നമുക്ക് ക്യാൻവയിലൊക്കെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിരിക്കും, അതിൽ ജസ്റ്റ് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഓൾറെഡി ഡിസൈൻസും കാര്യങ്ങളൊക്കെ അതുണ്ടാവും. അത് വേണമെങ്കിൽ നേരെ പ്രിന്റ് എടുത്തിട്ട് ഒരു ആൽബം പോലെയൊക്കെ നമുക്ക് ആക്കി വെക്കാം കേട്ടോ. എന്തായാലും നമ്മൾ ഫിസിക്കലായിട്ട് തന്നെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ എന്താ പറയുക, അത് കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതെനിക്ക് എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതാണ്. കാരണം പണ്ടൊക്കെ കുറേ ഫോട്ടോ ഞാൻ ദിവസവും ഒരുങ്ങിയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു, ഫോട്ടോഷൂട്ട് എന്നുള്ള രീതിയിൽ, സെൽഫ് പോർട്രേറ്റ്സ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ എവിടെയോ പോയി. കാരണം നമ്മൾ ഫോണിൽ എത്ര കണ്ട് വെക്കുന്നു, അല്ലെങ്കിൽ പെൻഡ്രൈവിലാക്കി വെക്കുന്നോ സിസ്റ്റത്തിലാക്കി വെക്കുന്നോ എന്നുള്ളത്, അത് പെട്ടെന്ന് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കുറേ കാലം കഴിയുമ്പോൾ. പക്ഷെ നമ്മളിങ്ങനെ ബുക്കിലൊക്കെ ആക്കി ജേർണലിംഗ് ഒക്കെ ചെയ്ത് വെക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനിപ്പം അധികവും എൻ്റെ മെമ്മറീസൊക്കെ ഇങ്ങനെ സ്ക്രാപ്പ് ബുക്കിംഗ് ചെയ്ത് വെക്കാറാണ് ചെയ്യാറുള്ളത്. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ പണ്ട് ഞാൻ എങ്ങനെ ആയിരുന്നു, എൻ്റെ തോട്ട്സ് ഒക്കെ എങ്ങനെ ആയിരുന്നു നമുക്കൊരു ക്യൂരിയോസിറ്റി വരുമല്ലോ. അപ്പോൾ ഇത് തുറന്നു നോക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ, ഭയങ്കര നൊസ്റ്റാൾജിയ. പിന്നെ അന്നത്തെ നമ്മളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഫീലിങ്സ് വരും. ആൻഡ് ദിസ് ഈസ് യുവർ സൈൻ ഗൈസ്, ജസ്റ്റ് മേക്ക് യുവർ സെൽഫ് പ്രയോറിറ്റി. കാരണം നമ്മളെ തന്നെ ലവ് ചെയ്യുക, അതിങ്ങനെ ഒരു ജേർണലിംഗ് ആക്കി വെക്കുക. അത് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നും. എപ്പോഴെങ്കിലും വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഹാപ്പിനെസ്, റിലീഫൊക്കെ ഫീൽ ചെയ്യും. ഇത് ആക്ച്വലി ഭയങ്കര വലിയ വീഡിയോ ആക്കി ചെയ്യാൻ വിചാരിച്ചതാണ്, ചെയ്തു വന്നപ്പം ഭയങ്കര ചെറുതായിപ്പോയി. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.